തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തുക. വിഷമിക്കാതെ, ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അച്ഛനും അറിയാം. അതുകൊണ്ട് ഗംഗ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ഗംഗെ, ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരട്ടെ. ഗംഗേ, ചേച്ചി, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇതെല്ലാം നിന്നെയും മഹിയേട്ടനെയും തമ്മിൽ പിണക്കാനായി ആരും മനഃപൂർവ്വം ചെയ്തതാ. ചെയ്യാത്ത തെറ്റുകൾക്ക് പഴികേട്ട് മടുത്തു ചേച്ചി. ഈ വീട്ടില് കാല് കുത്തിയപ്പോ തൊട്ട് ഞാനത് അനുഭവിക്കുന്നത്. എങ്കിലും എല്ലാ പ്രാവശ്യവും നിന്റെ നിരപരാധിത്വം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അതെ, പക്ഷെ ഇതിങ്ങനെ അന്തമില്ലാതെ തുടർന്ന ഞാൻ എന്ത് ചെയ്യും? ഗംഗ വിഷമിക്കാതെ, ഇതിനൊരു അവസാനം നമുക്കുണ്ടാക്കാം. ആരാണ് ഈ ചതി ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനാ? ആരെങ്കിലും സത്യം പറയുമോ? ഇത് കരുതിക്കൂട്ടി എനിക്കെതിരെ ചെയ്തതല്ലേ? മാളുവിനോടും മഹേട്ടനോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ ഇപ്പോഴും ഇവിടെ എല്ലാം സഹിച്ചു നിൽക്കുന്നത്. പല ആരോപണങ്ങളും കേൾക്കുമ്പോഴും എനിക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടണമെന്ന് തോന്നാറുണ്ട് ചേച്ചി. ഗംഗ ഇങ്ങനെ വിഷമിക്കാതെ. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളാ. ഇതിലൊന്നും തളരരുത്, പിടിച്ചു നിൽക്കണം. നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ചതിക്കുഴികളിൽ നമ്മൾ വീണാൽ ജയിക്കുന്നത് അവരായിരിക്കും. അത് സംഭവിക്കരുത് ഗംഗേ. ഞാൻ നിന്റെ കൂടെയുണ്ട്. സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. പോരെ? മഹേട്ടാ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നിർത്തടി നിന്റെ അഭിനയം. എന്റെ അമ്മയെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ട് അവളുടെ ഒരു സുഖാന്വേഷണം. നിന്റെ കള്ളത്തരമൊന്നും ഇവിടെ വേണ്ട. ഇവളെ ഇനി ഈ വീട്ടിൽ നിർത്തരുത്. ഇവിടുന്ന് ഇറക്കി വിടണം. വെറുതെ ഇറക്കി വിട്ട പോരാ, പിടിച്ചേ പോലീസിനെ ഏൽപ്പിക്കണം. ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ആശുപത്രി വെച്ച് തന്നെ നിന്നെ പോലീസ് പിടിച്ച് ഏൽപ്പിച്ചേനെ. അജിത്തേട്ടന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാ ഇപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. അമ്മയ്ക്ക് നീ വിഷം കൊടുത്ത കാര്യം അറിഞ്ഞിട്ടേ നിന്നെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലേന്നാ അജിത്തേട്ടൻ വിളിച്ചപ്പോ ചോദിച്ചത്. അവിടുന്ന് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാ. അല്ലെങ്കിൽ അജിത്തേട്ടൻ എപ്പോഴേ ഇങ്ങോട്ട് വന്നേനെ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ആന്റിക്ക് കൊടുത്ത ജ്യൂസില് എങ്ങനെയാ വിഷം കലർന്നെന്ന് എനിക്കറിയില്ല. വിഷം എന്തായാലും ആരും ചേർക്കാതെ അതിന്റെ ഉള്ളിലേക്ക് വരില്ലല്ലോ. നീ ഉണ്ടാക്കിയ ജ്യൂസ് നീ തന്നെ കൊണ്ടുകൊടുത്തു. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നീ അല്ലാതെ പിന്നെ ആരാ വിഷം ചേർക്കുന്നത്? അടുക്കളയിൽ സീമ ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൂടി സംശയിക്കായിരുന്നു. പക്ഷേ സീമ ഇല്ലായിരുന്നല്ലോ, അവൾ ലീവായിരുന്നില്ലേ? അതെ. നീ എന്തിനാണ് അമ്മയെ കൊല്ലാൻ നോക്കിയതെന്ന് എനിക്കറിയണം. അത് പറയാതെ നിന്നെ ഇവിടുന്ന് വിടുമെന്ന് നീ കരുതണ്ട. അതിത്ര അറിയാൻ എന്തിരിക്കുന്നു? അമ്മ മരിച്ചാ പിന്നെ ഇവളല്ലേ കൈലാസം വീട്ടിലെ രാജ്ഞി. മഹിയേട്ടന്റെ ഭാര്യയ്ക്കല്ലേ സർവ്വ അധികാരവും. അതിനു വേണ്ടി തന്നെയാവും
അമ്മയെ ഇല്ലാതാക്കാൻ നോക്കിയത്. ഞാൻ മനസ്സിൽ പോലെ ആലോചിക്കാത്ത കാര്യങ്ങള് ഇങ്ങനെ പറയുന്നത് കഷ്ടമാണ്. ഡീ, അമ്മയ്ക്ക് ശേഷം എന്നെയും രാഹുലിനെയും മഹിയേട്ടനെയും നീ ഇല്ലാതാക്കൂ. നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? വീട്ടിലുള്ളവരെ തെളിവില്ലാതെ കൊന്ന് സ്വത്ത് സ്വന്തമാക്കുന്ന ആളുകളുള്ള കാലമായി ഇത്. നീ അത്തരത്തിലുള്ള സൈക്കോ ആണെന്ന് ആർക്കറിയാം? മഹിയേട്ടാ, ഇവളെ ഒന്നും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കരുത്. ഇറക്കി വിട്ട് കഥ കടക്കിയാ വേണ്ടത്. ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഗംഗ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇത് ചെയ്തത് ഗംഗയാണോ അതോ ഗംഗയെ പ്രതിയാക്കാൻ മറ്റാരെങ്കിലും തന്ത്രപൂർവ്വം ചെയ്തതാണോ എന്ന് അറിയണം. അത് ഞാൻ കണ്ടുപിടിക്കും. ഇത് ചെയ്തത് ആരാണെങ്കിലും അവർക്ക് ഈ വീട്ടിൽ പിന്നെ സ്ഥാനം ഉണ്ടാവില്ല. അത് ഗംഗയാണെങ്കിലും മറ്റാരായാലും ആ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഗംഗേ, എന്താ ആലോചിച്ചിരിക്കുന്നത്? മഹിയേട്ടൻ പറഞ്ഞത് ഓർത്തിരുന്നതാ ചേച്ചി. മഹിയേട്ടൻ എന്ത് പറഞ്ഞു? ഇനി നീ ഇവിടെ നിൽക്കരുത്. എനിക്കിതിൽ കൂടുതൽ മര്യാദയുടെ ഭാഷയിൽ പറയാനോ പെരുമാറാനോ അറിയില്ല. ചെയ്യാത്ത എല്ലാ കുറ്റങ്ങളും എന്റെ തലയിലാ വന്ന് വീഴുന്നത്. ഇതെല്ലാം ഞാൻ ചെയ്തതാണെന്ന് കള്ള തെളിവുകൾ ഉണ്ടാക്കി അവര് മഹിയേട്ടനെ ബോധ്യപ്പെടുത്തും. ഇവിടെ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ പിന്നിലെ സത്യം നമുക്കിപ്പൊ തന്നെ തെളിയിക്കാം. പക്ഷേ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണം. ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്യാം. എങ്കി അവിടെ ഇരിക്കുന്ന ആ ചൂരലെടുക്ക്. എവിടെ? അവിടെ ആ വലതു ഭാഗത്ത്. ഇതെന്തിനാ ചേച്ചി? അതൊക്കെ പറയാം. ഗംഗ ആദ്യം ശ്രേയയുടെ അടുത്തേക്ക് ചെല്ല്. ശ്രേയച്ചിയെ തല്ലാനാണോ? ഞാനെങ്ങനെ അതൊക്കെ ചെയ്യും? ഞാൻ പറയുന്നത് അനുസരിക്കാന്ന് ഗംഗ എനിക്ക് വാക്ക് തന്നതാ. അത് ചേച്ചി, നീ ആരെയും തല്ലണ്ട. ചൂരൽ കാണുന്നതേ ശ്രേയയ്ക്ക് പേടിയാ. ഈ ചൂരലുമായി നീ ശ്രേയയുടെ അടുത്ത് ചെന്നാ മതി. ബാക്കി ഞാൻ ശരിയാക്കിക്കോളാം. ചെല്ല് ഗംഗേ. ഇങ്ങേ ചെല്ല്. ചെല്ലാൻ.
നീ എന്താ ചൂരിലൊക്കെ ആയിട്ട് ഇതെന്തിനുള്ള പുറപ്പാടാ? അത് എന്താടി ചോദിച്ചത് കേട്ടില്ലേ? നീ ഇതും കൊണ്ട് എവിടെ പോവാന്ന്? ഞാൻ ഇറങ്ങി പോടി ഇവിടുന്ന്. നിനക്കെന്താ ഗംഗ ഭ്രാന്തായോ? സത്യം പറയടി, ആരാ മഹേട്ടന് അമ്മയ്ക്ക് വിഷം കൊടുത്തത്? അത് നീയല്ലേ ഗംഗ? ഞാനോ? സത്യം പറയടി. സത്യം പറ, നീയല്ലേ വിഷം കൊടുത്തത്? നീയല്ലേ? നീയല്ലേ വിഷം കൊടുത്തത്? സത്യം പറയാ, നീയല്ലേ? സത്യം പറയടി. നീയല്ലേ വിഷം കൊടുത്തേ? എന്റെ മോളെ തല്ലുന്നേ! നീ എന്ത് ധൈര്യത്തിലടി എന്റെ മോളെ തല്ലുന്നേ? പറയാൻ അവളെ കുറിച്ച് മാറ്റണ്ടേ? പൂജ മുറിയിലേക്ക് ഓടിക്കാം, അമ്മേ വേഗം.
ചേച്ചി എന്തോ ഒപ്പിച്ചു. ഗൗരി ചേച്ചി എവിടെ പോയി? എന്തൊരു വേദന. ഗൗരി നിന്റെ ദേഹത്ത് കയറിയെന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്നു. മന്ത്രവാദിയുടെ അടിയെ കൊള്ളുന്നു. പക്ഷെ ഗൗരി ശരിക്ക് കയറുന്നത് ഗംഗയുടെ ശരീരത്തിലാ. അവളുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നത് നിനക്കാ. എല്ലാരും തല്ലാൻ നീ എന്താ ചെണ്ടയാണോ? ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാക്കണം. നമ്മുടെ പുക കണ്ടിട്ടായിരിക്കും എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവുന്നത്. അല്ലമ്മേ, ഗൗരിയുടെ കാര്യത്തില് നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. ഇനി അവളെ ഇങ്ങനെ അഴിഞ്ഞാടാൻ അനുവദിക്കാൻ പാടില്ലമ്മേ. ഗംഗയുടെ ദേഹത്ത് കയറി ഇനി നമ്മൾ ഉപദ്രവിക്കാൻ ഗൗരി ഉണ്ടാവരുത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ മോളെ? ഞാൻ ഗുരുവമ്മ വിളിച്ചിരുന്നു. പ്രതീക്ഷയ്ക്ക് വകയുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് ഗുരുവമ്മ പറഞ്ഞു. നമുക്കൊന്ന് അവിടെ വരെ പോണോ അമ്മേ? അമ്മേ, അമ്മേ, ഇനി പേടിക്കാനൊന്നുമില്ല. നാളെ ഡിസ്ചാർജ് ചെയ്യാം. ശരി ഡോക്ടർ. ശരി. മഹി, ഇവൾ എനിക്ക് തന്ന ജ്യൂസിലല്ലേ വിഷം ഉണ്ടായിരുന്നത്? എനിക്ക് വിഷം തന്നവളെ നീ ഇപ്പോഴും കൂടെ തന്നെ നിർത്തിയിരിക്കുവാണോ? അമ്മേ, അത് അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജ്യൂസിലൊന്നും ചേർത്തിട്ടില്ല. നീ പറഞ്ഞ ഉടനെ ബാക്കി എല്ലാവരും അങ്ങ് വിശ്വസിച്ചോണം, അങ്ങനെയാണോ? അതൊന്നും നടക്കില്ല ഗംഗേ. നീയാണത് ചെയ്തതെന്നും എന്തിനാണ് ചെയ്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഗംഗ ഇവിടെ നിന്ന് വെറുതെ അമ്മയുടെ പ്രഷർ കൂട്ടണ്ട. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മഹിയേട്ടന് അറിയാം. അതാ ഞാൻ തിരിച്ചു വരട്ടെ എന്ന് ചോദിച്ചപ്പോ മഹിയേട്ടൻ സമ്മതിച്ചത്. അങ്ങനെ അവനെ പറഞ്ഞു പറ്റിക്കാൻ നിനക്ക് സാധിക്കും. എന്റെ അടുത്തത് നടക്കില്ല. എനിക്ക് നിന്നെ കാണണ്ട. ഇറങ്ങിപ്പോ ഇവിടുന്ന്. നീ ഇത്രയ്ക്ക് പാവമാകരുത് മഹി. ഇപ്പൊ എനിക്ക് വിഷം തന്നവൾ നാളെ നിനക്കും വിഷം തരാൻ മടിക്കില്ല. നിങ്ങൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഗൗരിയുടെ ആത്മാവ് ഗംഗയുടെ ശരീരത്തിൽ പ്രവേശിച്ച്
നിങ്ങളെ ഉപദ്രവിക്കുന്നു. ഗൗരിയുടെ ആത്മാവിനെ തളയ്ക്കാതെ ഗംഗയെ തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഗൗരിയുടെ ആത്മാവ് കാരണം എന്റെ മോൾക്കൊരു ജീവിതം പോലും ഇല്ലാത്ത അവസ്ഥയായി. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇനി ഗൗരി കൂടുതൽ ശക്തിയാവുമെന്നും അവളെ തളയ്ക്കാൻ സാധിക്കില്ലെന്നോ പറഞ്ഞത്. പക്ഷെ എന്തെങ്കിലും വഴി കാണിച്ചു തന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങള് ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥയുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോ ഗൗരിയുടെ ആത്മാവ് തന്നെ ഞങ്ങളെ കൊന്നുകളയും. നിങ്ങൾ ഭയക്കണ്ട, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇതിന് വേണ്ട ശാശ്വതമായ പരിഹാരം നമുക്കുണ്ടാക്കാം. നകുലാണല്ലോ അത്. അയാൾ എന്താ ഇവിടെ?